കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ തെളിവെടുപ്പ് 7-ാം മണിക്കൂറിലേക്ക്. വിജയന്റേതെന്ന് കരുതുന്ന മൃതദേഹം പുറത്തെടുത്തു. കുഴിയിൽ ഇരുത്തിയ നിലയിലായിരുന്നു മൃതദേഹം. കക്കാട്ടുകടയിലെ വീട്ടിലെ മുറിയിൽ തറ പൊളിച്ച് നടത്തിയ പരിശോധനയിൽ പാന്റ്, ഷർട്ട്, ബെൽറ്റ് എന്നിവയുടെ ഭാഗങ്ങളും കണ്ടെത്തി. വിജയനെ കൊന്ന വീടിന്റെ അകത്ത് കുഴിച്ചിട്ടെന്ന പ്രതി നിതീഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു തെളിവെടുപ്പ്. കട്ടപ്പനയിലെ വിജയനെ പ്രതി ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് ഇടുക്കി SP TK വിഷ്ണു പ്രദീപ്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹാവശിഷ്ടങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്താനുള്ള നടപടികൾ ഇന്ന് തന്നെ സ്വീകരിക്കുമെന്നും SP. പ്രതി കാണിച്ചതനുസരിച്ച് ഒരു ബോഡി റിമൈൻസ് കിട്ടിയിട്ടുണ്ട്. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം ഓൺഗോയിങ് ആണ്. ഫോറൻസിക് സർജൻ ഉണ്ട് ഇവിടെ. പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറ്റസമ്മതം പ്രകാരം ഈ വിജയൻ്റെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിക്കുകയായിരുന്നു പ്രതി. അങ്ങനെയാണ് കുറ്റസമ്മതം. അത് പ്രകാരം കാണിച്ചു തന്ന് ബോഡി കുഴിച്ചിട്ട സ്ഥലം കാണിച്ചു തന്നു. നമ്മളത് റിക്കവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു പൊസിഷനിലാണ് കിടന്നിട്ടുണ്ടായത്. ഓൾമോസ്റ്റ് അഴുകിയ നിലയിലാണ്. സിജോ വർഗീസ് വിവരങ്ങൾ നൽകും. സിജോ, അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കുന്ന ദൃശ്യങ്ങളും വിവരങ്ങളും. ഇപ്പോൾ ഈ മൃതദേഹം വിജയന്റേത് തന്നെയാണ് എന്ന് ഫോറൻസിക് സംഘത്തിന്റെ സഹായത്തോടു കൂടി പോലീസ് കൃത്യമായി സ്ഥിരീകരിക്കുന്നുണ്ടോ? ഇനിയുള്ള നടപടികൾ എങ്ങനെയൊക്കെയാണ്? ഈ നവജാത ശിശുവിന്റെ മൃതദേഹത്തിന് വേണ്ടി ഇന്ന് തന്നെ നീക്കങ്ങളുണ്ടോ അന്വേഷണ സംഘത്തിന്? സൈഫുദ്ദീൻ കണ്ടെത്തിയ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ അത് കൊല്ലപ്പെട്ട വിജയന്റേത് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, അതായത് ഈ പ്രതി നിതീഷ് പറഞ്ഞ ആ സ്ഥലത്തു നിന്ന് തന്നെയാണ് ഈ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഏതാണ്ട് ഒരു അനുമാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. അതായത് കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെ ഈ കൊല നടത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ഏതാണ്ട് 1.5 ദിവസം സമയം എടുത്താണ് ഈ കുഴി തയ്യാറാക്കിയത് എന്നാണ് പറയുന്നത്. 1.5 ദിവസം സമയം എടുത്തു. ആ 1.5 ദിവസം കൊണ്ടാണ് ഈ കുഴി എടുത്തത്. ആ ദിവസം വരെ ഈ മൃതദേഹം ആ വീടിനുള്ളിൽ തന്നെയായിരുന്നു. അതിനുശേഷം ഈ വിജയന്റെ ഭാര്യ സുമ ഒപ്പം മകൻ വിഷ്ണു ഇവരുടെ സഹായത്തോടു കൂടിയാണ് ഈ മൃതദേഹം അവിടെ വീട്ടിൽ ഉള്ളിൽ പ്രത്യേകം തയ്യാറാക്കിയ മുറിയിൽ കുഴിയെടുത്ത് അടക്കം ചെയ്യുന്നത്. എന്തായാലും അതിനുശേഷം പിന്നീട് ഇവർ ഇവിടെ നിന്നും അധികം പുറം ലോകവുമായി ബന്ധപ്പെടാത്ത ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു സംഭവങ്ങളൊന്നും ഇവിടെ നടന്നതായി ആർക്കും വ്യക്തമായിട്ടുള്ള ഒരു ധാരണയോ ഒന്നും ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ഇവിടെ ഇപ്പോൾ നിലവിൽ പ്രാഥമികമായിട്ടുള്ള പരിശോധന നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കും. ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ മൃതദേഹം സംസ്കരിച്ച രീതി തന്നെയാണ്. അതായത് തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഇരുത്തി സംസ്കരിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, ഈ കൈ ബന്ധിച്ച് കാർഡ്ബോർഡ് പെട്ടിക്കുള്ളിൽ ആക്കി ഇരുത്തിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെടുത്തത്. പോലീസ് ചെയ്ത ആദ്യ നടപടി ഈ മൃതദേഹം സംസ്കരിച്ചു എന്ന് പറയുന്ന ആ സ്ഥലത്തിന് ചേർന്ന് തന്നെ ഒരു കുഴിയെടുക്കുകയും അതിനുശേഷം പിന്നീട് ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി അവരുടെ സാന്നിധ്യത്തിൽ, പോലീസ് സർജന്റെ സാന്നിധ്യത്തിൽ ഈ കുഴി തുറന്ന് പരിശോധിക്കുകയായിരുന്നു. എന്തായാലും അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം. പാന്റിന്റെയും ഷർട്ടിന്റെയും ഒപ്പം ബെൽറ്റിന്റെയൊക്കെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. തലയോട്ടിയും അസ്ഥികളും എല്ലാം തന്നെ കണ്ടെടുത്തിട്ടുണ്ട്. ഇനി ശാസ്ത്രീയമായ ഇത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശാസ്ത്രീയ പരിശോധന മാത്രമാണ് നിലവിൽ ബാക്കി നിൽക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് ഈ മൃതദേഹം അവശിഷ്ടങ്ങൾ പ്രാഥമിക പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും എന്ന് തന്നെയാണ് വിജയന്റെ കൊലപാതകത്തിൽ വിജയന്റെ ഭാര്യയുടെയും മകന്റെയും സഹായം ഈ നിതീഷിനുണ്ടായിരുന്നു എന്നുള്ള ഒരു സംശയം നിലവിലുണ്ടല്ലോ. അപ്പോൾ ഈ കൊന്നു എന്ന് പറഞ്ഞത് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അത് ഈ മൃതദേഹം വിജയന്റേതാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ടെങ്കിൽ കൂടിയും മൃതദേഹാവശിഷ്ടങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനു കൊന്നു എന്നുള്ള കാര്യത്തിൽ പോലീസ് ഇപ്പോൾ ആദ്യമായ ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നേരത്തെ SP നടത്തിയല്ലോ. അക്കാര്യത്തിൽ ആ സമയത്ത് ഇതെന്തിനു ചെയ്തു എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഒരു വ്യക്തത പോലീസ് നൽകുന്നുണ്ടോ?
ഈ വിജയനും നിതീഷും തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ തർക്കത്തെ തുടർന്നാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇത് പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഈ തർക്കം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യത്തിലാണ് ഇനി ഉത്തരം കണ്ടെത്തേണ്ടത്. പ്രാഥമികമായി പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം, ഇവരുടെ കട്ടപ്പന സാഗര ജംഗ്ഷനിലുള്ള ഒരു വീട്, ഇവർ ആദ്യം താമസിച്ചിരുന്ന ഇവരുടെ സ്വന്തമായിട്ടുണ്ടായിരുന്ന ആ വീട് അത് വിറ്റിരുന്നു. വലിയൊരു തുക ഇവരുടെ കൈകളിലേക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ തുക ഏത് രീതിയിൽ വിനിയോഗിച്ചു എന്നുള്ളതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. ആ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സാമ്പത്തിക തർക്കമാണോ എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം, ഈ ആദ്യത്തെ 2016 ഈ വിഷ്ണുവിന്റെ മകളുടെ നവജാത ശിശു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ മരണപ്പെട്ടത് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് നിതീഷിനൊപ്പം വിഷ്ണുവും വിജയനും ചേർന്നാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ കാര്യം പുറത്താകുമോ എന്നുള്ള ഭയം നിതീഷിന് ഉണ്ടാകും എന്നും പറയുന്നുണ്ട്. എന്തായാലും ആ സാഹചര്യത്തിൽ അതുകൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കൂട്ടി ചേർത്ത് വെച്ചാൽ ഒരുപക്ഷെ 2016 മുമ്പ് തന്നെ നിതീഷിന് ഈ കുടുംബവുമായി അടുപ്പമുണ്ടായിരുന്നു. പൂജാകർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നിതീഷ് കുടുംബവുമായി ബന്ധം സ്ഥാപിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ പല രീതിയിലുള്ള ഇടപെടലുകളും നിതീഷ് ഈ കുടുംബവുമായി നടത്തിയിട്ടുണ്ട്. ആ രീതിയിലുള്ള ഇടപെടലുകളുടെ ഭാഗമായിട്ടാണോ, ഏതെങ്കിലും പൂജാകർമ്മങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ ഏതെങ്കിലും ആഭിചാര ക്രിയകളിലേക്ക് ഭാഗമായിട്ടാണോ ഈ കൊലപാതകം നടന്നിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളിലേക്കെല്ലാം തന്നെ ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും ബന്ധുക്കൾ പറയുന്നത് ഈ കഴിഞ്ഞ കുറച്ച് നാളായി ഈ കുടുംബവുമായി ഇവർക്ക് ആർക്കും തന്നെ അടുപ്പമുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സാഹചര്യമാണ്. പ്രദേശവാസികൾക്ക് പോലും ഇവർ ഇവിടെ ഉണ്ടായിരുന്നോ എന്നും അറിയില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തുടർ നീക്കങ്ങളിലേക്കും ഇതിലേക്കുമായിരിക്കും ഈ കാര്യങ്ങൾ ഉണ്ടാവുക. ശരി, എന്തായാലും വിജയന്റെ മൃതദേഹം വീട്ടിനുള്ളിൽ കുഴിച്ചിട്ടു എന്ന നിതീഷിന്റെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ തറ തുരന്ന് തറ കുഴിച്ചുകൊണ്ടുള്ള പരിശോധന തുടങ്ങിയത്. ഇപ്പോൾ ഒരു മൃതദേഹാവശിഷ്ടം അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നു. ഇനി അത് വിജയന്റെ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് സിജോ വർഗീസ്.